A+2 സ്വാഗതം. നിയമപ്രകാരമുള്ള ഒരു ഹിന്ദു വിവാഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ളത് സംബന്ധിച്ച ഒരു എപ്പിസോഡാണ് ഇന്ന് പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് 1955 ഹിന്ദു വിവാഹ നിയമം എന്താണെന്നുകൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിവാഹ നിയമം അനുസരിച്ച് ജനനം കൊണ്ട് ഹിന്ദുവായ ഒരാൾക്കും ക്രിസ്ത്യാനി, പാഴ്സി, ജൂതൻ, മുസ്ലിം എന്നിവരൊഴികെയുള്ള ഇതര മതക്കാർക്കും ഈ 1955 ഹിന്ദു വിവാഹ നിയമം ബാധകമാണ്. ഈ നിയമം വിവാഹത്തിന് വേണ്ടി പ്രത്യേക ആചാരങ്ങളോ നടപടിക്രമങ്ങളോ നിഷ്കർഷിക്കുന്നില്ല. എന്നാൽ വർഷങ്ങളായുള്ള ചില കീഴ്വഴക്കങ്ങൾക്ക് മതിയായ പരിഗണന നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം ഒരു വിവാഹം സാധൂകരിക്കപ്പെടുന്നതിനുള്ള ആചാരങ്ങളും അതിന് സംബന്ധിച്ചിട്ടുള്ള നിയമപരമായ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ആദ്യത്തേത്, വിവാഹ സമയത്ത് വരന് 21 വയസ്സും വധുവിന് 18 വയസ്സും പൂർത്തിയായിരിക്കണമെന്ന് നിർബന്ധമുണ്ട് ഈ നിയമപ്രകാരം. മറ്റൊരു കാര്യം, വരൻ ജീവിച്ചിരിക്കുന്ന, വരൻ എന്ന് പറഞ്ഞാൽ വരനായ വ്യക്തിക്ക് ജീവിച്ചിരിക്കുന്ന മറ്റൊരു ഭാര്യയോ വധുവിന് ജീവിച്ചിരിക്കുന്ന ഒരു ഭർത്താവോ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നാമതായി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, വധൂവരന്മാരുടെ സമ്മതം സ്വമനസാലെ ആകണം എന്ന്, അതിനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയും വേണം എന്ന് ഈ നിയമം പറയുന്നുണ്ട്. നാലാമത് അറിയേണ്ട ഒരു കാര്യം, ചിത്തഭ്രമമോ മനോരോഗമോ തുടർച്ചയായി വരുന്ന ഉന്മാദ രോഗങ്ങളോ ഈ വധുവിനോ വരനോ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമതായി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാനസികമായ എന്തെങ്കിലും തകരാറു കാരണം വൈവാഹിക ധർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഈ നിയമപ്രകാരം വിവാഹം അനുവദനീയമല്ല. കൂടാതെ അതുകൊണ്ട് കുട്ടികൾക്ക് ജന്മം നൽകാനോ സംരക്ഷിക്കാനോ കഴിയാത്തവർ ആയിരിക്കാൻ പാടില്ല എന്നും നിയമം എടുത്ത് പറയുന്നുണ്ട്. ആറാമതായി ഉള്ള ഒരു കാരണം, ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അനുവദിക്കുന്നെങ്കിൽ മാത്രം വിവാഹത്തിന് നിരോധിക്കപ്പെട്ട അടുത്ത രക്തബന്ധത്തിൽ ഉള്ളവരെ വിവാഹം കഴിക്കാം എന്നുള്ളതാണ്. ഏഴാമത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ, സബ് രജിസ്ട്രാറുടെ മുന്നിൽ വിവാഹം രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം വിവാഹത്തിന് നിയമ സാധുത ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു പ്രാധാന്യം വരുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ചിട്ടുള്ള വിവാഹം തന്നെ നടന്നാൽ മാത്രമേ ഹിന്ദു വിവാഹ നിയമപ്രകാരം ആ വിവാഹം സാധു ആവുകയുള്ളൂ. എട്ടാമത് പറയുന്നത്, വിവാഹശേഷം എല്ലാ വിവാഹവും രജിസ്റ്റർ ചെയ്യണം എന്നു തന്നെയാണ്. വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ ഉള്ളത് അതാത് പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഇവിടെ വിവാഹശേഷം രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. വധുവും വരനും ഒപ്പിടേണ്ടതാണ് ഈ രജിസ്റ്ററിൽ. ഈ രജിസ്റ്റർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് സംബന്ധിച്ചിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. ഇനി ഈ ഹിന്ദു വിവാഹ നിയമപ്രകാരം മിശ്ര വിവാഹം അനുവദനീയമാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇന്റർകാസ്റ്റ് മാരേജ് ഹിന്ദു വിവാഹ നിയമം അനുവദിക്കുന്നുണ്ട്. അതുപോലെ 10ാമത് അറിയേണ്ട ഒരു കാര്യം, വിധവാ വിവാഹം കൂടി ഹിന്ദു വിവാഹ നിയമം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, വർഷങ്ങളായി ഭാര്യ ഭർത്താക്കന്മാരായി ഒരേ വീട്ടിൽ താമസിക്കുന്ന ദമ്പതികളുടെ കാര്യത്തിൽ
അവരുടെ വിവാഹം വിധിപ്രകാരം ചടങ്ങുകളോടെ നടന്നിരുന്നോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമായും പറഞ്ഞിട്ടുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. വർഷങ്ങളായി ഒരു വീട്ടിൽ ഭാര്യാഭർത്താക്കന്മാരായി സഹവസിക്കുന്ന ദമ്പതികളാണെങ്കിൽ അവരുടെ കാര്യത്തിൽ വിവാഹം വിധിപ്രകാരം ചടങ്ങുകളെല്ലാം നടത്തി എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ലെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഹിന്ദു വിവാഹ നിയമം. 1955 ഹിന്ദു വിവാഹ നിയമപ്രകാരം ഈ വിവാഹത്തിനെ സംബന്ധിച്ച് അത് സാധുവാകണമെങ്കിൽ അല്ലെങ്കിൽ നിയമപ്രകാരം ആകണം എങ്കിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ എല്ലാം നടന്നിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഇനി നമ്മൾ അറിയേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് ഒരു ഹിന്ദു വിവാഹം അസാധുവാകുന്നത്, അതിനെ സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡിൽ വിശദമായി പറയുന്നുണ്ട്. അതുപോലെ ഹിന്ദു വിവാഹ നിയമപ്രകാരം ദാമ്പത്യ ബന്ധം എങ്ങനെ പുനഃസ്ഥാപിക്കാം, അതിനുള്ള അവകാശം ആർക്കൊക്കെയുണ്ട് എന്നുള്ളതും വിവാഹമോചനം ഏതെല്ലാം കാരണങ്ങളാൽ നടത്താം എന്നുള്ളതും മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുക്കളുള്ള ബെൽ ഐക്കണിൽ കൂടി വിരൽ അമർത്തിയാൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഏത് വിഷയം സംബന്ധിച്ചിട്ടുള്ള എപ്പിസോഡാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി.